Hello guys, welcome back to my channel G Sports Official. So, Bangalore FC vs Kerala Blasters FC മാച്ചിൻ്റെ ഒരു പ്രീ മാച്ച് അനാലിസിസ് ആണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ബാംഗ്ലൂർ എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ബാംഗ്ലൂർ എഫ് സിയുടെ മത്സരത്തിൽ കണ്ടതാണ്. ബാംഗ്ലൂർ എഫ് സിയുടെ മത്സരത്തിൽ ഒഡീഷക്കെതിരായി കഴിഞ്ഞ ബാംഗ്ലൂർ എഫ് സിയുടെ മത്സരത്തിൽ അവരുടെ ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ട്രൈക്കേഴ്സ് ജീസസ് ജിമിനസും അതുപോലെ തന്നെ കോബി പെപ്രയും ഒക്കെ നല്ല രീതിയിൽ പ്രഷർ ചെയ്താൽ ഒരു പക്ഷേ ബാംഗ്ലൂർ എഫ് സിയുടെ ഡിഫൻസ് ബാംഗ്ലൂർ എഫ് സിയുടെ ഡിഫൻസ് പാളിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഡിഫൻസ് തന്നെയാണ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ ഡിഫൻസ് അത്ര മികച്ച ഡിഫൻസ് ഒന്നുമല്ല. നമ്മളുടെ സ്ട്രൈക്കേഴ്സ് പ്രഷർ ചെയ്താൽ അവരുടെ ഡിഫൻസ് പോകാവുന്ന തരത്തിലുള്ള ഡിഫൻസേ അവർക്കുള്ളൂ. അല്ലാതെ വളരെ മികച്ച ഡിഫൻസ് ഒന്നും ബാംഗ്ലൂർ എഫ് സിക്കും അവകാശപ്പെടാൻ കഴിയില്ല. അതുപോലെ തന്നെ അവരുടെ മിഡ്ഫീൽഡ് നമ്മൾ ഏറ്റവും നോക്കിക്കാണേണ്ട ഒരു താരമാണ് സുരേഷ് വാങ്ജം. നല്ല മികച്ച ക്രോസുകൾ ഇടാൻ കഴിവുള്ള ഒരു താരമാണ്. അതുപോലെ തന്നെ നല്ല വേഗതയുള്ള ഒരു താരം കൂടിയാണ് സുരേഷ് വാങ്ജം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യുന്നു എന്ന രീതിയിലിരിക്കും നമ്മുടെ വിജയപരാജയം. ഇനി നമ്മൾ അവരുടെ ലെഫ്റ്റ് ബാക്ക് താരമായ റോഷൻ സിംഗ് നവോറം ആ താരത്തിലേക്ക് വരുമ്പോൾ ആ താരം ഇതുപോലെ തന്നെ നല്ല ക്രോസുകൾ ഇടാൻ കഴിവുള്ളൊരു താരമാണ്. അതുപോലെ തന്നെ നല്ല സ്പീഡി വിങ്ങർ കൂടിയാണ് റോഷൻ നവോറം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ മാർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ്. ഇനി എടുത്തു പറയേണ്ട രണ്ട് താരങ്ങളാണ് അവരുടെ അർജന്റീനിയൻ താരം, മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ജോർഹെ പെരേരസും അതുപോലെ തന്നെ അവരുടെ സ്പാനിഷ് താരം എഡ്ഗർ മെൻഡസും. ഈ രണ്ട് താരങ്ങൾ ചെറിയ അവസരങ്ങൾ വരെ കിട്ടിയാൽ അത് ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള രണ്ട് താരങ്ങളാണ് എഡ്ഗർ മെൻഡസും അതുപോലെ തന്നെ ജോർഹെ പെരേരസും. ഈ രണ്ട് താരങ്ങളെ നമ്മൾ വളരെ ടൈറ്റായി തന്നെ മാർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഇല്ലെങ്കിൽ അവർ നമുക്കെതിരെ ചെറിയ അവസരങ്ങൾ കിട്ടിയാൽ വരെ അവർ നമുക്കെതിരെ സ്കോർ ചെയ്ത് മുതലാക്കാൻ കഴിവുള്ള രണ്ട് താരങ്ങളാണ് എഡ്ഗർ മെൻഡസും അതുപോലെ തന്നെ അർജന്റീനിയൻ താരം മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ ജോർഹെ പെരേരസും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് നമുക്കറിയാം, വളരെ വളരെ മികച്ച പെർഫോമൻസ് ഒന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിന്റെ ഭാഗത്തു നിന്നും പല മിസ്റ്റേക്സുകൾ ഉണ്ടാകുന്നു. ആ മിസ്റ്റേക്സുകളൊക്കെ തിരുത്തി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് തിരിച്ചു വരേണ്ട ഒരു മത്സരം കൂടിയാണ് ബാംഗ്ലൂർ എഫ് സിക്കെതിരായ ഈ മത്സരം. സോ നമ്മളെ ഡിഫൻസ് നല്ല രീതിയിൽ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മിഡ്ഫീൽഡിൽ വിപിൻ മോഹനൻ മാത്രമേ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുള്ളൂ. ബാക്കിയുള്ള താരങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു താരമാണ് അലക്സാണ്ടർ കോയിഫ്. സ്പാനിഷ് താരമായ അലക്സാണ്ടർ കോയിഫിനേക്കാളും എനിക്ക് തോന്നുന്നു മികച്ച പ്രകടനം നടത്തുന്നത് വിപിൻ മോഹനൻ തന്നെയാണ്. കാരണം അലക്സാണ്ടർ കോയിഫ് തന്റെ പേരിനും പെരുമക്കൊത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖ് അത്യാവശ്യം ഡീസൻ്റായ പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മിഡ്ഫീൽഡിൽ കാഴ്ചവെക്കുന്നത്. വളരെ മികച്ച പ്രകടനമെന്നും പറയാൻ പറ്റില്ല, വളരെ മോശം പ്രകടനമെന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ഡാനിഷ് ഫറൂഖിന്റെ ഭാഗത്തുനിന്നും കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മുടെ സ്പാനിഷ് താരം ജീസസ് ജിമിനസ് തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ മിഡിൽ നിന്നും അദ്ദേഹത്തിന് ബോൾ കിട്ടാത്ത ഒരു സാഹചര്യമാണ്. കാരണം മിഡിൽ നിന്നും വളരെ മികച്ച ബോളുകളൊന്നും ഫോർവേഡിലേക്ക് എത്തിപ്പെടുന്നില്ല. തനിക്ക് കിട്ടിയ ബോൾ അല്ലെങ്കിൽ തനിക്ക് കിട്ടിയ ചാൻസ് തക്കതായി ജീസസ് ജിമിനസ് മുതലാക്കുന്നുണ്ട്. ഇനി നമ്മൾ
ഏവരും കാത്തിരിക്കുന്ന നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലൈനപ്പിലേക്ക് വരാം. കോച്ച് മിക്കായിൽ സ്റ്റാറയുടെ ഇഷ്ട ഫോർമേഷനായ 4-3-3 ഫോർമേഷനിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു എഫ്സിക്കെതിരായ ഈ എവേ മത്സരത്തിൽ ഇറങ്ങുക. 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷ്. നമുക്കറിയാം സച്ചിൻ സുരേഷിന്റെ ഭാഗത്തുനിന്നും മിസ്റ്റേക്കുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അദ്ദേഹം അതൊക്കെ ക്ലിയർ ചെയ്ത് ഈ ഒരു മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് വരുമ്പോൾ 4-3-3 ഫോർമേഷനിൽ ലെഫ്റ്റ് ബാക്കായി നവോച്ച സിംഗ്. നമുക്കറിയാം നവോച്ച സിംഗ് വളരെ മികച്ച പ്രകടനമാണ് ഈ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആവറേജ് പെർഫോമൻസ് എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് പെർഫോമൻസ് എന്ന് പറഞ്ഞ് താഴ്ത്താൻ പറ്റില്ല. നല്ലൊരു മികച്ച പ്രകടനം തന്നെ നവോച്ച സിംഗിന്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ബാക്കിലേക്ക് വരുമ്പോൾ മോണ്ടനെഗ്രൻ താരം മിലോസ് ഫ്രിൻസിച്ചും അതിനോടൊപ്പം ഇന്ത്യൻ താരമായ ഹൊറിംപാമായിരിക്കും ഇറങ്ങുക. ഈ റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ സന്ദീപ് സിംഗിന് പകരം പ്രബീർ ദാസിനെ ആദ്യ 11ലേക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്കറിയാം സന്ദീപ് സിംഗിന്റെ ഭാഗത്തു നിന്നും നിരവധി മിസ്റ്റേക്കുകളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ FC ഗോവയ്ക്കെതിരെ വളരെ മികച്ച ഒരു അവസരമാണ് സന്ദീപ് സിംഗിന് ലഭിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം അത് അടിച്ച് പുറത്തേക്ക് കളയുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സന്ദീപ് സിംഗിനെ മാറ്റി അതിന് പകരം അവിടെ പ്രബീർ ദാസിന് ഒരു അവസരം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതുപോലെ തന്നെ 4-3-3 ഫോർമേഷനിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായി മലയാളി താരം വിപിൻ മോഹനും അതുപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡറായി ഫ്രെഡിയുമായിരിക്കും ഉണ്ടാവുക. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഉറുഗ്വൻ താരം അഡ്രിയാൻ ലൂണയും. ഇനി സ്ട്രൈക്കിങ്ങിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് വിങ്ങറായി ദ മൊറോക്കൻ ഈഗിൾ എന്നറിയപ്പെടുന്ന നോഹ സദോയും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങറായി രാഹുൽ കെപിക്ക് പകരം ഒരുപക്ഷെ കോറോ സിംഗ് ആദ്യ 11ൽ വരാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരമാണ് കോറോ സിംഗ്. വളരെ മികച്ച പ്രകടനമാണ് കോറോ സിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി രാഹുൽ കെപിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു രാഹുൽ കെപിയെ ആദ്യ 11ൽ ഉൾപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം ഒരു സബ്ബായി വരുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ മത്സരം വീക്ഷിച്ചാൽ അദ്ദേഹത്തിന്റെ മത്സരം നോട്ട് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം ആദ്യ 11ൽ വരുന്നതിനേക്കാൾ പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം ആദ്യ 11ൽ വരുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് അദ്ദേഹം സബ്ബായി വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഹുൽ കെപിയെ ഒരു സബ്ബാക്കി കോറോ സിംഗിനെ ആദ്യ 11ൽ ഇറക്കി സെക്കൻഡ് ഹാഫിലൊക്കെ രാഹുൽ കെപിയെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി പരീക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ സെൻട്രൽ ഫോർവേഡായി സ്പാനിഷ് താരം ജീസസ് ജിമിനസുമായിരിക്കും ഈ മത്സരത്തിൽ ഇറങ്ങുക. ഇനി ഒരു പക്ഷേ ജീസസ് ജിമിനസിന് പകരം ക്വാമി പെപ്രയെ ആദ്യ 11ൽ പരീക്ഷിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. സോ എനിക്ക് അറിയാവുന്ന ഈ കാര്യങ്ങളൊക്കെ, എനിക്ക് ഓർമ്മ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നോട്ട് ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.